ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ലോകമെമ്പാടുമുള്ള ഈ സന്ദേശം ശ്രവിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. പ്രത്യേകിച്ച് തിരുവചനത്തിൻ്റെ ചില ആലോചനകൾ നിങ്ങളെ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഒരു ധനവാനെക്കുറിച്ചും ഒരു ദരിദ്രനെക്കുറിച്ചും ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 25 വാക്യം. അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. സ്വർഗത്തിൽ വെച്ചുള്ളതായ ഒരു സംഭാഷണമാണ് ഇവിടെ പറയുന്നത്. അവൾ ഭൂമിയിലായിരുന്നപ്പോൾ ലാസറിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്നടപ്പാൻ ആഗ്രഹിച്ചു, നായ്ക്കളും വന്ന് നക്കും എന്നുള്ള ഒരു അനുഭവമാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, 2 തലങ്ങളാണ്. ഒന്ന്, ഈ ലാസർ എന്ന് പറയുന്ന വ്യക്തി ദൈവഭക്തനായിരുന്നു. ഈ ധനവാൻ ധനമുണ്ടെങ്കിലും ഭക്തനല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവർ മരിച്ചപ്പോൾ ഇവരുടെ ആത്മാവ് 2 തലങ്ങളിലേക്ക് പോയി. ഒന്ന്, ഈ ധനവാന്റെ ആത്മാവ് നരകത്തിലേക്ക് പോയി. ലാസറിൻ്റെ ആത്മാവ് നിത്യത്തിലേക്ക് പോയി. ഇവർ അവിടെ വെച്ചും കണ്ടു. അവിടെ വെച്ച് ധനവാൻ നോക്കുമ്പോൾ ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ തട്ടി കിടക്കുന്നതായി കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ ഈ ധനവാൻ പറയുന്നുണ്ട്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ ഈ ലാസറിൻ്റെ മുമ്പിലോട്ട് അയക്കാൻ ഒക്കെ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അവിടെ മോശയുണ്ട്, പ്രവാചകന്മാരുണ്ട്, അവരുടെ വാക്ക് കേൾക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ന്യായപ്രമാണം മോശ മുഖാന്തരം ഉണ്ടായി, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം ഉണ്ടായി. ന്യായപ്രമാണം ദൈവം മോശ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണം എഴുതിയിരിക്കുന്നത് ഭൂമിയിലുള്ളവർ കേട്ട് മനസ്സിലാക്കി ജീവിക്കട്ടെ എന്നാണ് പരിശുദ്ധ ആത്മാവോടെ ധനവാനോട് പറയുന്നത്. ലോകത്തിൽ ഒരു മരണമുണ്ട്, എന്നാൽ ഒരിക്കൽ മരിക്കും ഒരു മനുഷ്യൻ. എന്നാൽ പ്രൈസലാമേ, എത്ര ലോകം മൊത്തം നേടിയാലും, എത്ര ധനവാനാന്ന് പറഞ്ഞാലും, ദൈവമായി ബന്ധമില്ലെങ്കിൽ, ദൈവമായി ജീവിക്കുകയും ദൈവികമായ ആലോചന ജീവിക്കുകയും ചെയ്യാൻ പോയാൽ ആത്മാവ് നരകത്തിൽ തന്നെ ചെല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഹല്ലേലൂയ, ഈ ലാസർ ഒരു ദൈവവിശ്വാസി ആയതുകൊണ്ടാണ് താൻ സ്വർഗത്തിൽ പോയത്. നമ്മൾ പെന്തിക്കോസ്ത് ആരാധനയിൽ പോയി ദൈവവചനം കേട്ടതുകൊണ്ടോ, ആരാധിച്ചതുകൊണ്ടോ, സ്തോത്രം പറഞ്ഞതുകൊണ്ടോ, കൊടുത്തതുകൊണ്ടോ, വാങ്ങി സമ്പത്ത് കൊടുത്തതുകൊണ്ടോ, സപ്പോർട്ട് കൊടുത്തതുകൊണ്ടോ യാതൊരു അർത്ഥമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്ന ആ രീതിയിൽ പാലിക്കുകയും ജീവിക്കുകയും ചെയ്തില്ലെങ്കിൽ നിത്യ അഗ്നിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. വേദപുസ്തകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിലെ മനുഷ്യൻ പലരും ഈ സത്യം അറിയാതെ സ്തോത്രം ഫലപ്രദമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ന്യായപ്രമാണത്തിൽ ദൈവം എഴുതിയിരിക്കുന്ന അനേക വ്യവസ്ഥകളുണ്ട്. ഹല്ലേലൂയ. എങ്കിലേ ദൈവസന്നിധി ചെല്ലും.
ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരെ പരിഹസിക്കുന്നവരാരും നിത്യതയിൽ പോകില്ല. സുവിശേഷകർക്ക് വിരോധമായി നിൽക്കുന്നവരാരും ഹാലലുയ നിത്യതയിൽ പോകില്ല. യഥാർത്ഥ മുഖ്യമായ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നിത്യതയിൽ പോകണമെന്നുള്ളതാണ്. യേശുവിനെ വിശ്വസിക്കുന്നതിൻ്റെ യഥാർത്ഥമായ പ്രൈസളാണ് വിഷയം എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പ്രൈസളോട് എന്താണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നിവൃത്തിയാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ധനവാനായ മനുഷ്യൻ്റെ അരിയിൽ യേശു അരികിൽ ചെന്ന് പറഞ്ഞു, ഹല്ലേലൂയ, നീ എന്നെ വിട്ട് എന്നെ അനുഗമിക്കുക എന്നാണ്. താൻ വലിയ സമ്പത്ത് ധനവാനായിരുന്നു, പക്ഷെ അത് താൻ ദുഃഖിതനായി പോയതായി ദൈവവചനം കാണുന്നുണ്ട്. ഇവിടെ സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ എത്തുന്നതിന് പണക്കാരനായാലും ദരിദ്രനായാലും അതൊരു ബാധകമല്ല, അല്ലെങ്കിൽ അതൊരു തടസ്സമല്ല. കാരണം പ്രൈസലോ എത്ര കോടികളുണ്ട് എന്ന് പറഞ്ഞ് വിചാരിച്ച് അതൊരു തടസ്സമല്ല നിത്യതയ്ക്ക്. പക്ഷെ ദൈവവുമായുള്ള ബന്ധത്തിൽ പോയെങ്കിൽ മാത്രമേ മനുഷ്യന് ഹല്ലേലൂയ നിത്യത കണ്ടെത്താൻ കഴിയും. ഈ ഭൂമിയിലെ ജീവിതത്തിൽ പ്രൈസലോ എന്നെ നിന്നെ ദൈവം വിളിച്ചത് ഹല്ലേലൂയ തൻ്റെ വചനം വായിച്ച് വചനത്തിൽ കൂടെ ദൈവവചനം പറയുന്നതായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി മുന്നേറുമ്പോൾ സ്തോത്രം, അവിടെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം കാണാനിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനം പ്രൈസലാമി ഇന്നും തൻ്റെ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസലാമി ഹല്ലേലൂയ. ദൈവം പ്രൈസലാമി ഹല്ലേലൂയ എല്ലാവരെയും പ്രൈസലോ ദൈവം തൻ്റെ അരികിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി തീരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അവരുടെ സ്വന്തം വഴികളിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പലരും പ്രൈസലാമെ ദൈവസ്നേഹമില്ലാത്തവരുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ വചനം മറ്റൊരു ഭാഗത്ത് ദൈവം പറയുന്നുണ്ട്, അവിശ്വാസവും വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറ. അതായത് അവിശ്വാസം ഒന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള വിശ്വാസമില്ല. വക്രത രണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ ലോകത്തിൽ മനുഷ്യൻ വക്രത രീതിയിൽ പല കാര്യങ്ങൾ നേടി പല രീതിയിൽ ജീവിച്ചു പോകുന്നവരാണ് പലരും. മൂന്ന്, കോട്ടം എന്ന് പറഞ്ഞ പ്രൈസലാമി നാല്, പ്രൈസലാമി ഹല്ലേലൂയ നിറഞ്ഞ ഈ ലോകത്ത് എത്ര നാൾ നിങ്ങൾ കൂടിയിരിക്കുമെന്നാണ് ദൈവവചനം യേശു ക്രിസ്തു തൻ്റെ ജനത്തോട് പറഞ്ഞത്. അപ്പോൾ പ്രൈസലാമി സ്തോത്രം, ഇതിനൊക്കെ ഒരു മാറ്റം മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം കണ്ടെത്താൻ കഴിയും. യഹോവയായ ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവൃത്തിയിൽ വെളിപ്പെടണമെങ്കിൽ സ്വർഗം പ്രൈസലാമി പറയുന്ന വചനം അതിന് വിപരീത ഘടകമായി തിരിഞ്ഞു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിത്യത നഷ്ടപ്പെടും,
ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. സ്വർഗത്തിലെ ദൈവം ഈ അനുഗ്രഹങ്ങളൊക്കെ അന്ന് ശിഷ്യന്മാർക്ക് കൈമാറിയതാണ്. പഴയ നിയമത്തിലെ ദൈവം തൻ്റെ പ്രവാചകന്മാരോട് കൈമാറിയതാണ്. അത് തലമുറയായി ഈ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളെല്ലാം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു വന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സകല അധികാരവും തന്നേച്ചു പോകും. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരിലേക്ക് കൈമാറി. അത് തലമുറ ഇങ്ങോട്ട് ബെന്തിക്കോസ് തലങ്ങളിലേക്ക് ആ അനുഗ്രഹങ്ങളൊക്കെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൈമാറുന്ന അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നിവൃത്തിയാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ദൈവത്തിൻ്റെ ആലോചനകളെ ശ്രവിക്കുകയും ദൈവത്തിൻ്റെ വഴികളെ അറിയുകയും ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷകളെ മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ പകർന്നിരിക്കുന്നതായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരൂ എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഏറിൽ കേൾക്കുന്ന പ്രിയരെ, പ്രൊഫസലാമയാളെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ മനുഷ്യന് പകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസലാമയ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ യേശു ക്രിസ്തു ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിൽ വിടിവിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തുവിന്. നിന്നെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടിവിപ്പാൻ, നിന്നെ രോഗത്തിൽ നിന്ന് വിടിവിപ്പാൻ, നിന്നെ അനർത്ഥനങ്ങളിൽ നിന്ന് വിടിവിപ്പാൻ, നിന്നെ കഷ്ടതയിൽ നിന്ന് വിടിവിപ്പാൻ പ്രൊഫസലാമേ ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വചനം ഇന്നും പ്രൊഫസലാമേ ശക്തമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ അറിയുന്ന ജനത്തിന് ഉയർച്ചയുണ്ട്. വലിയ ആളാകാൻ വേണ്ടിയല്ല ഇന്ന് സ്ഥലങ്ങളിൽ പലരും വിശ്വാസത്തിൽ വന്നത്. വലിയ ആളാകാനല്ല, ആള് കളിക്കാനല്ല, മറിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ദൈവം ചിലരേക്ക് ഉയർത്തുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിനെ പിൻപറ്റിയ ആരൊക്കെ ഉണ്ടെങ്കിലും ദൈവം അവരെ ഉയർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അല്ലാത്തവരെല്ലാം ഒരിക്കൽ താളടിയാവും. പ്രൈസലോ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ പത്രോസ് മീൻ പിടിച്ചുകൊണ്ടിരുന്നതായ വ്യക്തിയായിരുന്നു. ഇന്ന് സുവിശേഷത്തിൽ ഒന്നാമതായി പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിക്കുന്ന ഒരാളാക്കി മാറ്റി ദൈവം. താൻ മീൻ പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. യാതൊരു യോഗ്യതയോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ താൻ യേശു ക്രിസ്തുവിനെ പിൻപറ്റിയത് വലിയ ആളാവാനല്ല, മറിച്ച് യേശുവാണ് തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ ആളാക്കി മാറ്റിയത്. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം അങ്ങനെയാണ്. ദൈവം പ്രൈസലോ തന്നിൽ ആശ്രയിക്കുന്നവരൊക്കെ ദൈവം ഇന്നും ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് ആത്മാവിൻ്റെ അനുഗ്രഹങ്ങൾ, ഭൗതിക അനുഗ്രഹങ്ങളൊക്കെ അത് പകർന്നുകൊണ്ടിരിക്കുക മനുഷ്യരിൽ കൂടെ. ദൈവം കൈമാറി ഇങ്ങോട്ടുള്ള തലമുറകളൊക്കെ കൈമാറി വിശ്വസ്തരായിരിക്കുന്നവരുടെ മേലിൽ ഈ ആത്മാവിൻ്റെ ശക്തിയിൽ കടന്നു വരും. അത് മനുഷ്യൻ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം പ്രൈസലാമേ ദൈവത്തിൻ്റെ നിശ്ചയമാണ്. യോഗ്യതയും അർഹതയും ഇല്ലായിരുന്ന പത്രോസിനെ ദൈവം അറിയപ്പെടുന്ന ഒരു അപ്പോസ്തലനാക്കി മാറ്റി. പ്രൈസലാമേ സ്തോത്രം. അതുപോലെ
കൽദുരയുടെ പട്ടണമായ ഊരിൽ അബ്രഹാം ദൈവം അറിയപ്പെടുന്ന വേദപുസ്തകത്തിലെ അതുപോലെ ചില പൂർവ്വപിതാവായ അബ്രഹാം എന്ന പേര് അറിയപ്പെട്ടു. വിശ്വാസികളുടെ പിതാവ് അറിയപ്പെട്ടു. എന്താണ് അങ്ങനെ സംഭവിച്ചത്? ആ പേര് അറിയപ്പെടുന്നതിന് വേണ്ടിയല്ല താൻ ഇറങ്ങി തിരിച്ചത്. പക്ഷെ ദൈവം വിശ്വാസികളുടെ പൂർവ്വപിതാവാക്കി മാറ്റി. അത് ദൈവം ചെയ്തിരിക്കുന്ന ഒരു ഉയർച്ചയാണ്. കാരണം യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന തൻ്റെ ജനത്തെ, അല്ലെങ്കിൽ ആരായാലും പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, ദൈവവചനം പാലിക്കുന്ന, ദൈവാലോചന ജീവിക്കുന്ന അവർക്ക് ദൈവത്തിൻ്റെ ഉയർച്ച ഉണ്ടാകും. കേൾക്കുന്ന പ്രിയരെ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളായിരിക്കുന്നവരെ, നിങ്ങളിപ്പോൾ ഉയർച്ചയില്ലാതിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഉയർച്ചയിലേക്ക് വരുവാൻ വേണ്ടി യേശുവിനെ പിൻപറ്റണ്ട. കാരണം യേശുവിനെ നീ ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കടന്ന് യേശുവിൻ്റെ അരികിൽ ചെന്നാൽ, യേശു ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഈ വാഗ്ദത്ത വചനം കൈമാറുമ്പോൾ അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിന്നെയും ദൈവം ഉയർത്തുവാൻ അല്ലെങ്കിൽ അനുഗ്രഹിപ്പാൻ മതിയായ ദൈവമാണ്. ഇത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ദൈവം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. വേദപുസ്തകത്തിൽ പഠിക്കുകയാണെങ്കിൽ അനേകർ യേശുവിനെ പിൻപറ്റിയവരൊക്കെ വലിയ നിലകളിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പേരുകൾ അറിയപ്പെടുന്നവരായി മാറി. നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരുണ്ടായിരുന്നു, നല്ല ഉന്നതങ്ങളിൽ ഇരുന്നവരുണ്ടായിരുന്നു, വിവിധ പദവിയിലിരുന്നവരുണ്ടായിരുന്നു. അവരൊക്കെ യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തെ പിൻപറ്റിയത് കൊണ്ടാണ് ദൈവം ചിലരെയൊക്കെ പലരെയും ദൈവം അനുഗ്രഹിക്കുകയും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ മറ്റൊരു തലത്തിൽ പലരും തള്ളപ്പെട്ടിട്ടുണ്ട്. പലരും വാഗ്ദത്തങ്ങൾ പ്രാപിക്കാത്തവരുണ്ട്. പലരും വാഗ്ദത്തം പ്രാപിച്ചവരുണ്ട്. ദൈവത്തിൻ്റെ വചനം ആലോചന പകരുന്നതെന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ദൈവാലോചന എന്താണ് തരുന്നത് പ്രാപിച്ചെടുക്കുക എന്നാണ്. അല്ലാത്തടത്തോളം ദൈവത്തിൻ്റെ അനുഗ്രഹം കൈമാറുന്നതായ ആലോചനകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരില്ല. യേശുക്രിസ്തു അങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേവലം വിശ്വാസം കൊണ്ടൊന്നും പ്രാപിച്ചെടുക്കാൻ കഴിയില്ല. കാരണം വിശ്വാസം, അതിശക്തമായ വിശ്വാസവും അതിശക്തമായ വിടുതൽ അനുഭവിക്കണമെങ്കിൽ വാഗ്ദത്തങ്ങളുടെ ഒരു കരം ദൈവസന്നിധിയിലുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ദൈവത്തെ പിൻപറ്റുന്നത് വലിയ ആളാകാനല്ല. കാരണമാണ് ദൈവമാണ് വലിയവനാക്കുന്നതും ചെറിയവനാക്കുന്നതും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു തലയിലെ മുടി പുഴുതു പോകുന്നത് അവൻ അറിയുന്നു, അതിനെ വെളിപ്പാനോ കറുപ്പിപ്പാനോ കഴിയില്ല. എന്നാണ് ദൈവത്തിൻ്റെ ആഴങ്ങളിൽ ദൈവാത്മാ വെളിപ്പെടുത്തുന്നത്. അതായത് മനുഷ്യൻ്റെ ഉയർച്ച മനുഷ്യന് സ്വയമായി ഉയരാൻ കഴിയില്ല. ദൈവ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം അനുഗ്രഹങ്ങൾ തലങ്ങളിലേക്ക് നടത്താൻ കഴിയും. വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ വചനം അയച്ചു പിടിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിനെ പിൻപറ്റുന്ന, യേശുവിനെ ആരാധിക്കുന്ന, യേശുവിനെ സ്തുതിക്കുന്ന, യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ
ദൈവം പ്രൈസ്ലാമേ തൻ്റെ കരമയച്ച് പ്രൈസ്ലാമേ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ യേശുക്രിസ്തു തന്നെയാണ് നാം വിശ്വസിക്കുക. പലരും പ്രൈസ്ലാമേ പറയും ഈ ബെന്തിക്കോസിലേക്ക് പോയത് തന്നെ വലിയ പരാജയമെന്ന് പലരും പറയുന്നുണ്ട്. അതൊരിക്കലുമല്ല. പ്രൈസ്ലാം, യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ പലവിധമായ കുറ്റങ്ങളും മനുഷ്യൻ വിരൽ ചൂണ്ടുമ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം പ്രൈസ്ലാമേ നമ്മുടെ കൂടെയുണ്ട്. ആലോചന നൽകുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തമായ വിടുതലുകളെ അനുഭവിപ്പാൻ കഴിയും. ചിലർ വിചാരിക്കുന്ന പ്രൈസ്ലാമേ ഇത് ചിലർക്കുള്ള ഒരു അനുഭവമാണെന്ന്. പെന്തിക്കോസ് അനുഭവം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വേണ്ടിയുള്ളതായിട്ട് കരുതി വെച്ചിരിക്കുക. ഒരു കുത്തകയായി, ഒരു പ്രസ്ഥാനമായി, ഒരു സ്റ്റൈലായി ആക്കി വെച്ചിരിക്കുക ഈ ആത്മീയ പ്രസ്ഥാനങ്ങൾ, അല്ല ആത്മീയ ശുശ്രൂഷകൾ. അങ്ങനെയൊന്നുമില്ല. യേശുവിനെ പിൻപറ്റുന്ന, യേശുവിൻ്റെ വഴികളായിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ ആരായാലും അവരുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. കാൽവറിയിലെ അവസാനത്തെ രക്തം എനിക്കും ഒഴുക്കി തന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് എല്ലാ വർഷങ്ങളിലും പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ചയെന്ന് പറഞ്ഞു അങ്ങനെ വർഷങ്ങളിലൊന്നും ആഘോഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ദൈവത്തിൻ്റെ ഞാനും നീയും ദുഃഖത്തിലാണോ? യേശുക്രിസ്തുവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ദുഃഖം മാറ്റി തരുന്ന ദൈവമാണ്. ഭാരങ്ങളിലാണോ? ദൈവം ഭാരങ്ങളെ മാറ്റുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിടുതലുകളെ കാണാൻ കഴിയും. ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബന്ധനം അഴിയുന്നത് കാണാൻ കഴിയും. വിശുദ്ധ ആരാധന എന്ന് പറയുന്നവരുണ്ട്, വിശുദ്ധ പ്രസംഗവുമുണ്ട്. ഒന്ന് വിശുദ്ധ ആരാധന, രണ്ട് വിശുദ്ധ പ്രസംഗം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ സത്യമാണ്, നീതിയുള്ളതാണ്. അത് ഇന്നും ജീവനോടെ അത് പ്രൈസ്ലാമെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കും. ദൈവം പ്രൈസ്ലാമെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. ആരാധന യോഗ്യനും മഹത്വത്തിൻ്റെ രാജാവ്, സകല പുകഴ്ചകൾക്കും യോഗ്യനായ ദൈവമാണ്. ഇമ്മാനുവേൽ എന്ന ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം. ദൈവത്തെ പിൻപറ്റുന്ന തൻ്റെ ജനത്തെ പ്രിയിച്ചുള്ള ദൈവം ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കില്ല. അന്ത്യം വരെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ദൈവാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ആരാധനയിൽ പോരാടുന്ന ദുഷ്ടശക്തി ഉണ്ടെങ്കിൽ വിട്ടുപോകും. പ്രാർത്ഥന എവിടെയെങ്കിലും നടത്തുന്ന ആരാധനാലയങ്ങളുണ്ടെങ്കിൽ എന്ത് പോരാട്ടം വന്നാലും പ്രാർത്ഥിച്ചെങ്കിൽ എല്ലാ ബന്ധവും അഴിഞ്ഞു മാറും. ആത്മാക്കൾ വരാതെ ഭാരപ്പെടുന്ന സഭകളുണ്ടെങ്കിൽ ആത്മാക്കൾ കൊണ്ട് നിറയും. കാരണം ദൈവം തൻ്റെ കരമയച്ച് പ്രവർത്തിക്കും. അതിന് തടസ്സമായി നിൽക്കുന്ന
എന്ത് മണ്ഡലമുണ്ടെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തിയെ പ്രേക്ഷലോഹമേ ചങ്ങലകളെ ദൈവം പൊട്ടിക്കുന്ന ദൈവമാണ്. ലോകത്തിൽ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ അന്ധകാര ശക്തിയെ മേൽ ജയമെടുക്കുവാൻ. പോരുകളെ അഴിച്ചു മാറ്റുന്ന ദൈവം, ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുന്ന ദൈവം, സ്വർഗത്തിലെ ദൈവം പ്രേക്ഷലോ തൻ്റെ വചനം അയച്ച് വിടുവിച്ച് അനുഗ്രഹിക്കുന്ന തൻ്റെ വാഗ്ദത്തങ്ങളെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. യഹോവയിൽ കഴിയാത്തതായി ഒന്നുമില്ല. ദൈവത്തിൻ്റെ സന്ദേശം പ്രേക്ഷലാമി ഹല്ലേലൂയ ഹാലെന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളോടാണ്. ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ കഷ്ടതകളെ എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിനക്കെതിരായി പ്രവർത്തിക്കുന്ന ദുഷ്ട വ്യാപാര കെട്ടുകളെ തകർക്കാൻ പോകുന്നു. പിശാചിൻ്റെ പദ്ധതികളെ ദൈവം പൊളിക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ സകല ദുഷ്ട വ്യാപാര കെട്ടുകളും അഴിഞ്ഞു. സ്തോത്രം. ദൈവാനുഗ്രഹങ്ങളിലേക്ക് നടത്തുവാൻ മതിയായ ദൈവമാണ്. യഹോവ തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവനിൽ കഴിയാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ യഹോവ ദൈവത്തിൽ കഴിയാത്തതൊന്നുമില്ല. നമുക്ക് ഒന്ന് വിശ്വാസം വേണം, 2 പ്രാർത്ഥന വേണം, 3 പ്രേക്ഷലാമെ ആരാധിക്കണം, 4 ദൈവം നമ്മളുള്ളതായ ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ വിടുതലുകൾ കാണാൻ കഴിയുന്നത്. സ്വർഗത്തിലെ ദൈവം പ്രേക്ഷല ആലോചന വെറുതെ അയക്കില്ല. ഒരാലോചന അയച്ചാൽ അത് നിറവേറ്റിത്തരുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്. അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം പൂർവ്വ പിതാക്കന്മാരുടെ ദൈവമാണ്. അതുകൊണ്ട് സന്ദേശം ഞാൻ ഹല്ലേലൂയ ചുരുക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതികളെ ദൈവസന്നിധിയിൽ നമുക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തു വിടുവിക്കുന്ന ദൈവമാണ്. പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രേക്ഷലാമെ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവ കരങ്ങളിലായിരിക്കുന്ന ദാസന്മാരും ദാസിമാരെ പിശാചിന് തൊടുവാൻ കഴിയില്ല. ദൈവം ഹല്ലേലൂയ തൻ്റെ കരം അയച്ച് പ്രവർത്തിക്കുന്ന ദൈവമാണ്. തുറിച്ചു നോക്കുന്നവരുടെ നടുവിലും പരിഹസിക്കുന്നവരുടെ നടുവിലും പുച്ഛിക്കുന്നവരുടെ നടുവിലും പ്രേക്ഷലാം വെല്ലുവിളിക്കുന്നവരുടെ നടുവിലും പ്രേക്ഷലാമെ ഹല്ലേലൂയ വകവയ്ക്കാത്തവരുടെ നടുവിലും എന്തുക എന്നുള്ള പാപമായി ജീവിക്കുന്നവരുടെ നടുവിലും പ്രേക്ഷലാമെ ഹല്ലേലൂയ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ശക്തനായ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നിന്നെ എവിടെ നിന്നാണ് വിളിച്ചത് അവിടെ പ്രേക്ഷലാമെ മാനിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ. ഇതൊരു പ്രേക്ഷലാമെ പാരമ്പര്യ ബന്ധുക്കോസുകാരുടെ ദൈവമല്ല. ഈ ദൈവം പ്രേക്ഷലാമെ ആര് ആ ദൈവത്തെ വിശ്വസിക്കുന്നു, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന യേശുവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആരാണ് ദൈവത്തെ വിശ്വസിക്കുന്നത്, ആരാണ് ആരാധിക്കുന്നത്, ആരാണ് അവൻ്റെ വാഗ്ദത്തം മുറുകെ പിടിക്കുന്നത്, തൻ്റെ ജനത്തിൻ്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞത് പ്രേക്ഷലാമെ ധനവാനൊരു മനുഷ്യനും ദരിദ്രനായ മനുഷ്യനും രണ്ടുപേരും മരിച്ചു. എന്നാൽ രണ്ടുപേരും 2 സ്ഥലത്തിലാണ് പോയത്. ധനവാൻ നരകത്തിലും പോയി, ലാസർ സ്വർഗത്തിലും പോയി. എന്തുകൊണ്ട്? ലാസർ ദൈവവിശ്വാസിയായിരുന്നു. അതുകൊണ്ടാണ് നിത്യതയിലെത്തിയത്. ഇതുപോലെ ഈ അല്പകാല ലോക ജീവിതത്തിൽ ക്രിസ്തുവുമായി ബന്ധത്തിൽ കർത്താവ് നിത്യത ഒരുക്കിയിരിക്കുന്നു.
അതുകൊണ്ട് നിത്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവം, സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവനാമത്തോണ്ടാകട്ടെ. ആമേൻ.